അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യൻ. ഈ മനുഷ്യവർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ടെന്നാണ് വേദപുസ്തകം നമ്മോട് പറഞ്ഞു തരുന്നത്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ച അധികം സൃഷ്ടികളിലും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നാം ഈ മനുഷ്യ സന്തതികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ തക്രീമും അള്ളാഹുവിൻ്റെ തഫ്ളീലും ഇത് ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആരംഭിക്കുന്ന മനുഷ്യ സമൂഹം, അതിൻ്റെ അവസാനത്തെ സമുദായമാണ്, ഉമ്മത്താണ് നമ്മൾ. ഒരുപാട് മനുഷ്യ തലമുറകൾ ഇതിന് മുമ്പ് കഴിഞ്ഞുപോയി. ആ ജനപദങ്ങളിലേക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഏടുകളുമൊക്കെ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സന്മാർഗത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അവസാനത്തെ ഉമ്മത്ത്, ലാ നബിയ ബഅദി വലാ ഉമ്മത്ത ബഅദക്കും, എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. ഖാത്തിമുൽ അംബിയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ ഉമ്മത്തിന് ശേഷം മറ്റൊരു ഉമ്മത്തും വരാനില്ല. നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്. ഈ അവസാനത്തെ ഉമ്മത്തിൻ്റെ ആയുർദൈർഘ്യം എത്രയുണ്ട് എന്നതിനെക്കുറിച്ച് പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബ്ഈൻ, ഈ അവസാന ഉമ്മത്തിൻ്റെ ആയുർദൈർഘ്യം 60-നും 70-നും ഇടയിലാണെന്നാണ് ഏകദേശം. ഇത് പറഞ്ഞ പ്രവാചകൻ 63 വയസ്സിൽ തന്നെ ഈ ലോകത്ത് നിന്ന് നമ്മെ വിട്ടു പിരിഞ്ഞു. അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി യാത്രയായി. അവർ 60-70 ആണ്. അതിലധികം കിട്ടുന്നതൊക്കെ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ബോണസാണ് സസ് എന്ന് പറയുന്നത്, അല്ലേ? അള്ളാഹു നൽകുന്ന ആനുകൂല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങി കഴിയുന്ന ആളുകളെ അള്ളാഹു സമുദായത്തെ മൊത്തത്തിൽ ആദരിച്ചിട്ടുണ്ട്, തക്രീമും തഫ്ളീലും നൽകിയിട്ടുണ്ട്. അവരെയും നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ആദരിക്കണം. അപ്പോൾ ഈ സദസ്സിൽ വെച്ച് തന്നെ ആദരിക്കാമല്ലേ? എങ്ങനെ? 70-ന് മുകളിൽ പ്രായമുള്ളവർ പിന്നെ ഒന്ന് കൈപൊക്കിയാൽ മതി. കൈപൊക്കി ആദരിക്കാൻ സ്റ്റേജിൽ 2 പേരുണ്ട്. 70 ഡോക്ടറും പൊക്കിയിട്ടുണ്ട്. സദസ്സിൽ ആരുമില്ല, മടിയിട്ട് പൊക്കാൻ കണ്ട. ആ സ്ത്രീകളുടെ ഭാഗത്ത് ഒരാളുണ്ട്, അവിടെ ഒരാളുണ്ട്. അൽഹംദുലില്ലാ, അവരിപ്പോൾ ഈ സദസ്സിൽ വന്നിരുന്ന് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നില്ലേ? അപ്പോൾ ഇതെന്താണ് ഇത്? അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ആദരിക്കല്ലേ? ഇവരെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആദരിച്ചിരിക്കുന്നു. ഇനി വേറൊരു കാര്യം എന്താണ്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാരാരാണെന്നാണ്. ഖിയാറുക്കും അത്വലുക്കും അഅ്മാറ വ അഹ്സനുക്കും അഅ്മാല. ആയുസ് കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ ആയുസ്സിന് ദൈർഘ്യം കിട്ടിയ ആളുകളാണ്. അൽഹംദുലില്ലാ, ദീർഘായുസ് കിട്ടിയ ആളുകളാണ്. മാത്രവുമല്ല, ആയുസ് കിട്ടിയിട്ട് മാത്രം കാര്യമല്ല, പിന്നെ എന്താണ്? അഹ്സനുക്കും അഅ്മാല, കിട്ടിയ ആയുഷ്കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല അമലുകൾ ചെയ്തു തീർത്തവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തമ അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്തിനെയും ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് കുന്തും ഖൈറ ഉമ്മയാണ്. നിങ്ങൾ ഉത്തമ സമുദായമാണ്. നമ്മളെല്ലാറ്റിലും നന്മ നിറഞ്ഞവരാകുന്നത്, ഉത്തമന്മാരാകുന്നത്
ഈ സൽക്കർമ്മങ്ങളിലൂടെ, പുണ്യങ്ങളിലൂടെ, സുഹൃതങ്ങളിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ആയുസ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഒരിക്കലും സങ്കടപ്പെടേണ്ടതുമില്ല. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കൊക്കെ കുറേ കാലം അള്ളാഹു ജീവിക്കാൻ വാരി കോരിക്കൊടുത്തു അല്ലേ? എത്ര കൊല്ലം? അവിടെയൊക്കെ ആയുസ് എത്രയായിരുന്നു? നൂഹ് അലൈഹി സ്വലാമിൻ്റെ ആയുസ് ഖുർആന് പറയുന്നത് അൽഫസന ഇല്ലാ 50 ആമാന, 1000 മൈനസ് 50 എത്രയായി? 950. ഖുർആന്റെ പ്രയോഗമാണത്. അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, 1000 വർഷം, അതിനേക്കാൾ കൂടുതൽ വർഷം, 10 നൂറ്റാണ്ട്, അതിലധികം കാലമൊക്കെ ഇവിടെ ഭൂമിയിൽ അവർ ജീവിക്കാൻ കഴിഞ്ഞു അവർക്ക്. അപ്പോൾ എത്രയാണ് അവർ അമലൊക്കെ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊരു നീതിയാകുമെന്ന് നമുക്ക് തോന്നും അല്ലേ? നമുക്കൊരു 60-70 തന്നിട്ട് പഠിച്ചവനെ ചുരുക്കി അവർക്കോ നൂറ്റാണ്ടുകൾ കൊടുത്ത് അള്ളാഹു ആയുസ്സിൻ്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടുതൽ ഖൈർ അവർക്ക് നൽകി. പക്ഷേ നമുക്ക് വേറൊരു ഖൈർ പഠിച്ചവൻ തന്നെന്താണെന്നോ, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമാണ്. നമ്മളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ എന്താണ്, നിയ്യത്ത് വെച്ചാൽ തന്നെ എന്താണ്, ഒരു പുണ്യം രേഖപ്പെടുത്തി. ചെയ്താൽ 10 മുതൽ പിന്നെ 100, 700 അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. ആ പ്രവർത്തനത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആഭിമുഖ്യം, നമ്മുടെ നിഷ്കളങ്കത, നമ്മുടെ ഖുശൂ, ഹൃദയഭക്തി, അതിന് നാം ചെലവഴിച്ച സമയം, നമ്മൾ അതിനെടുത്ത എഫേർട്ട്, നമ്മുടെ ബുദ്ധിമുട്ട്, അതൊക്കെ പഠിച്ചവന് കൃത്യമായിട്ട് അറിയും. അതാണ് നമ്മുടെ അമലുകൾ പൂർത്തിയാക്കി പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ആനുകൂല്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ അവസാനത്തെ ഉമ്മത്തിൽ നോക്കൂ, ഈ ഖുർആൻ അവതീർണമായൊരു രാത്രിയുണ്ട് അല്ലേ? ആ രാത്രി എന്നാണ്? ലൈലത്തുൽ ഖദർ എന്നാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ ആനുകൂല്യങ്ങളൊക്കെ ആർക്കേ ഉള്ളൂ? ഈ അവസാനത്തെ ഉമ്മത്തിനുള്ളൂ. അങ്ങനെ പുണ്യങ്ങളുടെ കാര്യത്തിൽ അത് വേറെ വിഷയമാണ്. കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റ് ഇതര സൃഷ്ടികളിൽ നിന്ന് ശ്രേഷ്ഠനാണ്. ഈ തഫ്ളീലും തക്രീമും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിങ്ങോട്ട് പറഞ്ഞയക്കുന്നത് വളരെ ദുർബലരായിക്കൊണ്ടാണ്, അശക്തരായിക്കൊണ്ടാണ്. ഖുർആൻ സൃഷ്ടിപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്, ദുർബലതയിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. സുമ്മ ജഅല മിൻ ളഅഫിൻ ഖുവ്വ, സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, നിങ്ങളുടെ ഈ ദൗർബല്യത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശക്തി തന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, പിന്നെ നിങ്ങളെ ശക്തരാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ദൗർബല്യത്തിലേക്ക്, കഴിവുകേടിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നു. വശൈബ, അങ്ങനെ നിങ്ങൾ നിരച്ചവരായിത്തീരുന്നു. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചതുപോലെ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കണക്കാക്കി നിശ്ചയിക്കുന്നവരുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ പ്രസവിച്ച ഉടനെയുള്ള അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅന, നിങ്ങൾ പ്രസവിച്ച് ഇങ്ങോട്ട് പുതിയ ലോകത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ പുതിയ ലോകത്തേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശന്നാൽ കരയാനല്ലാതെ ഒന്നും അറിയില്ല. നേരെ മറിച്ച് മറ്റേതെങ്കിലും ജീവികളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇങ്ങനെയല്ല. ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കിടാവ് നേരെ അതിൻ്റെ പശുവിൻ്റെ അമ്മയുടെ അകിട്ടിലേക്കാണ് പോകുന്നത്. തള്ളയുടെ അകിട്ടിലേക്ക് പോയി മുലപ്പാൽ കുടിക്കുന്നു. ഒരു ആട് പ്രസവിച്ചാൽ അങ്ങനെയാണ്. എല്ലാ ജീവികളെയും പരിശോധിച്ച് നോക്കൂ. അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നതിനൊരു പ്രകൃതി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പക്ഷെ ഈ ഒരു കഴിവ് ആർക്കില്ല?
മനുഷ്യനില്ല. അതുകൊണ്ടാണ് ലഅഫ്, ദൗർബല്യം, അവശത, കഴിവുകേട്, അതിലൂടെയാണ് മനുഷ്യൻ വളരുന്നത്. ഒന്നും അറിയാത്ത അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ വളരുന്നത്. പിന്നെ എല്ലാം അവൻ അറിയുന്നു, പഠിക്കുന്നു, അവൻ മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, ഗവേഷണം ചെയ്യുന്നു, ഉയരുന്നു, അവൻ എല്ലാം കീഴടക്കുന്നു. അങ്ങനെ ശക്തനായി അവൻ വരുന്നു. ഇങ്ങനെ ശക്തിയായി വരുന്ന മനുഷ്യന് പിന്നെയും അവൻ്റെ ഒരു അന്ത്യത്തെക്കുറിച്ചാണ് പിന്നെ ഖുർആൻ പറയുന്നത്, അവശത എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ശൈശവം, ശൈശവമാണ്. നമുക്ക് എന്താണ്, അതായത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സ്നേഹലാളനയും വാത്സല്യവും ചേർത്തുവെപ്പും ദയയും അനുകമ്പയും പരിരക്ഷയും പരിഗണനയും ഇല്ലാതെ ആ കാലം കഴിയില്ല നമുക്ക്. അവരെ പോറ്റി വളർത്തണം. അതുകൊണ്ടാണ് ഈ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നത്. ശൈശവം കഴിഞ്ഞിട്ട് ബാല്യകാലം എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ ഓടിച്ചാടി തുള്ളി, നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തുന്നൊരു കാലമാണത് ബാല്യം. എൻ ജീവിതാവസരം തന്നൂടെ കാല്യം കലിതാപമായ കാലം, പ്ലാവിലക്കുമ്പിളിൽ പൂഴിച്ചോറന്നെല്ലാം പാലിലും പ്രീതീതമായിരുന്നു. അങ്ങനത്തെ ഒരു കാലല്ലേ, കുഞ്ഞിച്ചോറിച്ച് കളിച്ച കാലല്ലേ. പ്ലാവിലക്കുമ്പിൾ കുത്തിയിട്ട് അതിലുള്ള ആ ചോറൊക്കെ പാലിനേക്കാൾ നമുക്ക് പ്രീതിതമായിരുന്നു. മോനെ വാ പാൽ കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കളി അവസാനിച്ച് വന്നിട്ടുണ്ടോ? അതാണ് ബാല്യം. അപ്പോൾ ശൈശവം, ബാല്യം, പിന്നെ എങ്ങനെ വളരുകയാണ്. എവിടെത്തി? കൗമാരം. ഈ ടീനേജ് പ്രായം എന്ന് പറയുന്ന ആ പ്രായമാണ് കൗമാരം. അത് കഴിഞ്ഞിട്ട് പിന്നെ യുവത്വമാണ്. ഈ യുവത്വത്തെ പ്രത്യേകം ഖുർആൻ എടുത്ത് അടയാളപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹാ വഹംലുഹു വഫിസ്വാലുഹു 30 ശഹ്റാ ഹത്താ ഇദാ ബലഗ അശുദ്ദഹു വബലഗ 40 സന. 40 സന എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 വയസ്സ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ വളർച്ചയുടെ, നമുക്ക് 60-70 എന്ന് പറഞ്ഞല്ലോ, ആ 60-70 പറഞ്ഞെന്ന് ഖുർആൻ പറഞ്ഞ, റസൂല് പറഞ്ഞ ആ പ്രായത്തിൽ ഈ 40 വയസ്സ് എന്നുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് വളർന്ന് സ്റ്റെപ്പ് കയറി ഹത്താ ഇദാ ബലഗ 40 സന. 40 വയസ്സ് പ്രായമായാൽ മനുഷ്യൻ എന്തായിരിക്കും? അവൻ വിവാഹിതനായിരിക്കും, അവനൊരു ഉമ്മയോ ഉപ്പയോ ആയിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ അവന് സംരക്ഷിക്കേണ്ട, അവൻ നോക്കേണ്ട പ്രായം ചെന്ന മാതാപിതാക്കൾ അവനുണ്ടാകും. അവൻ്റെ കീഴിൽ അവൻ നോക്കേണ്ട പ്രത്യേകം അടുത്ത ബന്ധുക്കളൊക്കെ അവനുണ്ടാകും. അതാണ് ഒരു 40 വയസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും അവൻ്റെ ജീവിതം തുടങ്ങി കൊണ്ടിരിക്കുന്നൊരു കാലമാണത്. ആ കാലത്ത് അവൻ്റെ പ്രാർത്ഥനയെ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ 40 സന ഖാല. അവൻ പറയുന്നത് എന്താണ്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു ശക്തിയാണ്. ഇതാണ് നമ്മുടെ കുടുംബജീവിതത്തിന് എല്ലാവിധ ഊർജവും ഉശിരും ആവേശവും നമുക്ക് നൽകുന്നത്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഔസിഅനി, അല്ലാഹുവേ എനിക്ക് നീ പ്രചോദനം നൽകണമേ എന്നാണ്. ഈ പ്രചോദനം നമുക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്തിന്? അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ നൽകിയിട്ടുള്ള അതിരും എതിരുമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എനിക്ക് മാത്രമാണോ? വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളും. അപ്പോൾ നോക്കൂ നിങ്ങൾ, മാതാപിതാക്കൾ അവൻ്റെ അരികിലുണ്ട്, അവൻ രക്ഷിക്കേണ്ടവനാണ്, അവൻ പരിചരിക്കേണ്ടവനാണ്.
അവൻ സംരക്ഷിക്കേണ്ടവരാണ് അവരെല്ലാം. അങ്ങനെയുള്ളവർ, അതിനും എനിക്ക് നീ പ്രചോദനം നൽകണമേ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ അവസരം നൽകണമേ എന്ന് നമ്മൾ അതേപോലെ തന്നെ അള്ളാഹുവിനോട് അനുദപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് ശരിക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ നിലനിർത്തേണ്ട ഒരു ഉത്തമമായ സംസ്കാരമായി ഇസ്ലാമും ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, മാത്രവുമല്ല ശരിക്കും ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ തലമുതിർന്ന ആളുകളെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹിൻ്റെ കാര്യം എന്താ? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ ചാര നിർത്തിയത് ആരെയാണെന്നോ? മാതാപിതാക്കളെയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞ് അള്ളാഹുവിൻ്റെ അരികത്ത് നിർത്തി അള്ളാഹു മാതാപിതാക്കളുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. അപ്പോൾ സൃഷ്ടാവായ റബ്ബ് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്, പരിചരിക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ കടമകളും ബാധ്യതകളും ഉള്ളത് ആരോടാണ്? നമ്മുടെ മാതാപിതാക്കളോട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൽ നിന്നുമുള്ള വിനയത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തിക്കൊടുക്കുക മനുഷ്യ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരിക്കലും അവർക്ക് അനിഷ്ടകരമായ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന സംസാരം പോലും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പോലും അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വഖുർ റബ്ബിർഹുമ്മാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ കാര്യമാകുന്നു ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, മാതാപിതാക്കളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സുഹൃതമായിക്കൊണ്ടാണ് ഈ ദീൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, മാതാപിതാക്കളിൽ 2 പേരും പ്രായമെത്തിയവരായി നിങ്ങളുടെ അരികിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പ്രായമെത്തിയ അവസ്ഥയിൽ സംരക്ഷിക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ, എന്നിട്ടും സ്വർഗം നേടാൻ കഴിയാത്ത ആള് നിന്ദ്യനാകട്ടെ എന്നാണ് പറഞ്ഞത്. റഗ്മ അൻഫ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്വർഗമാണ് ആര്? നമ്മുടെ മാതാപിതാക്കൾ. നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന വഴികളാണ് അവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് മുതിർന്ന ആളുകളെ അംഗീകരിക്കണമെന്ന് പറയുന്നത്. നമ്മളിൽപ്പെട്ടവനല്ല എന്ന നിലക്ക് റസൂൽ സംസാരിച്ചിട്ടുണ്ട്. ലൈസ മിന്ന, നമ്മുടെ ചെറിയ കുട്ടികൾ കാണാതെ പഠിക്കുന്ന ഒരു തിരുവചനം ആണത്, റസൂലിൻ്റെ വചനം. എന്ത്? ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല. മല്ലം യുവഖിർ കബീറന വമല്ലം യർഹം സഗീറന, മുതിർന്നവരെ ആദരിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ. ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഔട്ടാണെന്നാണ്. നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സംസ്കാരമല്ല അത്, ഇസ്ലാമിക മര്യാദയല്ല അത് എന്ന നിലക്കാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് ഇവിടെ നമുക്ക് ലഭിക്കാൻ ഇടയാകുന്നത് നമ്മൾ ഈ വയോജനങ്ങളായ ആളുകളെ സംരക്ഷിക്കുന്നതിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു കവിതയിലൂടെ അത് നമുക്ക് കാണാൻ കഴിയും. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്വിബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അള്ളാഹുവിന് ആരാധനകളിൽ കഴിഞ്ഞുകൂടി ആരാധനാ നിമഗ്നരായി കഴിഞ്ഞുകൂടുന്ന വയോധികരായ മനുഷ്യന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ,
അവരിപ്പോഴും ഉണ്ട് അല്ലേ? അവരെല്ലായിടത്തും ഉണ്ട്. അതേപോലെ തന്നെ മുലകുടി പ്രായത്തിലുള്ള മക്കളില്ലായിരുന്നുവെങ്കിൽ, അനാഥകളില്ലായിരുന്നുവെങ്കിൽ, മുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ, മരുഭൂമിയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ മേഞ്ഞു നടക്കുന്ന മിണ്ടാപ്രാണികളില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്മാരെ നിങ്ങൾ ചെയ്യുന്ന ഈ അതിക്രമം കൊണ്ട് അള്ളാഹുവിൻ്റെ അദാബ് നിങ്ങളുടെ മേൽ കുത്തിച്ചൊരിയുമായിരുന്നു എന്നാ. പടച്ചോൻ്റെ അദാബ് ഇപ്പം ഇറങ്ങാതിരിക്കാൻ കാരണം ആരാണ്? ഇവിടെയില്ല ഈ വയോധികരായ മനുഷ്യന്മാർ പടച്ചോനെ ഓർത്ത് ദിക്റ് ചൊല്ലി നിസ്കരിച്ച് അവർ റുക്കൂഉം സുജൂദും ചെയ്ത് നമുക്കിടയിലൂടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് എന്നാണ്. അതിലാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യമുള്ളത് എന്നാണ്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമു ദിശ്ശൈബ അൽ മുസ്ലിം എന്നാണ്. അങ്ങനെ വാർദ്ധക്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹു അവനെ ആദരിക്കുന്നതിന് തുല്യമായിക്കൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ എവിടെയും നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സമൂഹത്തിന് മുതിർന്നവർക്ക് അതേ സ്ഥാനവും പദവിയും ഒക്കെ നൽകിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും നൽകിയിട്ടുണ്ട്, മരിച്ചാലും നൽകിയിട്ടുണ്ട്. പള്ളിയിൽ ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? റസൂല് പഠിപ്പിച്ചു തന്നു. പള്ളിയിൽ ഇമാമുക്കാൻ ആരെയാണ് നമ്മൾ നിയമിക്കുക? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളാണ് പള്ളിയിൽ ഇമാമുക്കേണ്ടത്. അവ ഖുർആൻ അറിയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നിർത്തേണ്ടത്? ഖുർആനും സുന്നത്തും കൂടുതൽ അറിയുന്ന ആൾക്കാരെയാണ് പിന്നെ നിർത്തേണ്ടത്. ഖുർആനും സുന്നത്തും അറിയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നിർത്തേണ്ടത്? അവരുടെ കൂട്ടത്തിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണന നൽകേണ്ടത്. ഇനി നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒന്നിച്ച് യുദ്ധങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകൾ മരണപ്പെടും അല്ലേ? മരണപ്പെടുമ്പോൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണന നൽകിയിരുന്നത് ആർക്കാണെന്നോ? ആദ്യം ആരെ ഖബറിലേക്ക് വെക്കുക? ഒന്നിച്ച് കുഴിയെടുത്തിട്ട് അതിലേക്ക് ഖബറിലേക്ക് ആളെ ഇറക്കി വെക്കുമ്പോൾ പ്രായത്തിനനുസരിച്ചാണ് മുൻഗണന നൽകിയിരുന്നത്. അതിൽ പ്രായം ഖുർആൻ അവിടെ ഇതുണ്ട്, ഖുർആൻ്റെ പരിഗണനയും സംഗതിയൊക്കെ കൊടുത്തിട്ടാണ്. അവിടെയും പ്രായത്തെ ആര് പരിഗണിച്ചു? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ പ്രായം ചെന്നവരെ അവരെ ആദരിക്കുക, അവരെ നമ്മൾ അംഗീകരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് കാതു കൊടുക്കുക, അതേപോലെ തന്നെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക, അവരുടെ അവശതയനുസരിച്ച് അവരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? സഹായത്തോടുകൂടി ചെല്ലുക. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമുക്ക് കാണാം. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയണം. നമ്മൾ ചരിത്രം വായിച്ചു പോകാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന രീതിയിൽ വേണം എന്നാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിലും മുതിർന്ന ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ള ഈ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഹൽ തുർസഖൂൻ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലരായ ആളുകൾ നിങ്ങളിൽ ഉണ്ട് എന്നതിനാലല്ലാതെ. അപ്പോൾ നമുക്ക് റിസ്ക്കിലുള്ള വർധനവ് വരെ ലഭിക്കുന്നത് നമ്മുടെ ഈ ദുർബലരായ ആളുകൾ, അവശരായ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നതിനാലാണ് എന്നാണ് പ്രവാചകൻ്റെ ഈ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്ബുദ്ധമായ ഒരു സദസ്സാണ്. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ചെറുപ്പക്കാരാണ്, ഇല്ല മോശം അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരാണ്. നമ്മളൊക്കെ എങ്ങനെ ഇനി വയസ്സന്മാരായി പിന്നെ വയസ്സന്മാരാകാതെ ഇങ്ങനെ പോകണം എന്നാണ്. വയസ്സ് അവശതയിൽ ശാരീരികമായ അവശത എന്നും മാനസികമായ അവശത എന്നും രണ്ട് അവശത ഉണ്ട് അല്ലേ? ഡോക്ടർ ലബീദൊക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ ആ ക്ലാസ്സിൽ, അവരുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്നെ വിശദീകരിച്ച് തരും. ശരീരം അവശമായാലും തളരാത്ത മനസ്സുള്ള ആളുകളുണ്ട് അല്ലേ?
ഈ തളരാത്ത മനസ്സ് നമുക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്? അവിടെയാണ് നമ്മുടെ ഈമാനിൻ്റെ ശക്തി, നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ തവക്കുൽ, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കുന്ന, അത് ശരിക്കും തവക്കുൽ ഒരു ഇബാദത്താണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്, സ്വബർ, ഇത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജബൻ ലി അംറിൽ മുഅ്മിൻ. എല്ലാവർക്കും മനപ്പാടമുള്ള ഒരു പ്രവാചക വചനാണ് ഇത്. ഉരിയാടാൻ നമുക്ക് കഴിയുമെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു ആശയം, മഹത്തായ ഒരു ആശയം കൂടിയാണിത്. അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അതിശയം നിറഞ്ഞതാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയായി ഭവിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയല്ലാത്ത ഒന്നുമില്ല എന്നതാണ്. അപ്പം എന്താണ്? യുവത്വം നമുക്ക് നന്മയാണ്, അതേപോലെ തന്നെ വാർദ്ധക്യം നമുക്ക് നന്മയാണ്. ഇനി അവശ്യവാർദ്ധക്യത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്, അർദലുൽ ഉംറ്. പക്ഷേ ഈ അവശ്യവാർദ്ധക്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ തേടി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംറ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംറ്. അല്ലാഹുവേ, അവശ്യവാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ, അവശ്യവാർദ്ധക്യമായി കഴിഞ്ഞാൽ പിന്നെന്തായി? നേരത്തെ ചെറിയ കുട്ടികളുടെ അവസ്ഥയിലേക്ക് നമ്മളെന്ത് ചെയ്യും? മാറും. ഖുർആൻ തന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ വരാതെ തന്നെ കഴിഞ്ഞുകൂടാൻ കൂടി എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, അപ്പോൾ ഈ മാനസികമായ കരുത്ത് ഏത് സന്ദർഭത്തിലും നമ്മൾ നേടാൻ കഴിയണം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. കാരണം എന്താ പറഞ്ഞത്? ഇദാ ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. നമ്മളെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന നേട്ടങ്ങൾ, ഏതേതൊക്കെ നേട്ടങ്ങൾ? സാമ്പത്തികമായ നേട്ടങ്ങൾ, ആരോഗ്യപരമായ നേട്ടങ്ങൾ, സന്താന സൗഭാഗ്യത്തിലൂടെയുള്ള നേട്ടങ്ങൾ, മനസ്സമാധാനത്തിലൂടെയുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ നേട്ടങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശുക്ർ വേണം. നേരെ മറിച്ചാണെങ്കിലും വൈൻ അസാബത്തുഹു ലറാഉ സ്വബറ, എന്തെങ്കിലും ദുരിതമോ ക്ലേശമോ ബുദ്ധിമുട്ടോ പരീക്ഷണങ്ങളോ നിങ്ങൾക്ക് ജീവിതത്തിൽ വരികയാണെങ്കിൽ എന്ത് വേണം? സബർ വേണം. അങ്ങനെയാണെങ്കിൽ അതും അവന് ഫകാന ഖൈറൻ ലഹു, അവന് നന്മയായിത്തീരുന്നു. ജീവിതത്തിൽ വേണ്ടത് എന്താണെന്നോ? അസ്സബർ വശുക്ർ. അസ്സബർ വശുക്ർ, ക്ഷമ വേണം, നന്ദിയും വേണം. അപ്പോൾ നമുക്കെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയുമെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെയും ഒരു വിശ്വാസിക്ക് കഴിഞ്ഞു പോകാമെന്നർത്ഥം. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ജീവിതം അതാണ്. കണ്ണീരും പുഞ്ചിരിയും സന്തോഷവും സന്താപവും അനുഗ്രഹവും നിഗ്രഹാവസ്ഥകളും ഒക്കെ വന്നു ചേരുന്ന ജീവിതത്തിൽ. കാരണം ഇതൊക്കെ നൽകുന്നത് ആരാണ്? നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്നവനും പൊട്ടിക്കരയിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. നമുക്ക് ധന്യത നൽകുന്നതും നമുക്ക് സാമ്പത്തികമായി പ്രയാസം ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചവനാണ്. നമ്മളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? അള്ളാഹുവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുള്ള വിശ്വാസമായിരിക്കണം എല്ലാറ്റിനും പ്രചോദനമാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്കിടയിൽ ബുദ്ധിമുട്ടുന്നവരോ അതേപോലെ തന്നെ പ്രയാസപ്പെടുന്നവരോ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരിക്കലും കടന്നു വരികയില്ല. അങ്ങനെ നല്ല ഒരവസ്ഥയിലൂടെ കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയപരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ അതിഥികളൊക്കെ അതിന് തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അളവറ്റ ദയാപരനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.